എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഞാൻ നടന്നു വന്ന മുള്ളുകൾ നിറഞ്ഞ വഴികളിൽ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ വെക്കേഷനിൽ വന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അനിയത്തിയും ചേട്ടനും ഞങ്ങളെല്ലാം ഒരുമിച്ച് കുളിച്ച് നടന്ന ആ കുളക്കടവിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് ഓർമ്മകളുള്ള ഒരു കുളക്കടവാണ്. വളരെ യാദൃച്ഛികമായിട്ട് ഞങ്ങൾ വന്നു. ഞങ്ങളെല്ലാം ഈ സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ കുളിക്കുമായിരുന്നു. ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറയാനൊരു കാര്യം, ഇന്ന് ഈ കുളക്കടവിൽ കുളിക്കാൻ ആരുമില്ല. ഞാനിവിടെ വന്ന് നോക്കുന്ന സമയത്ത്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വരുന്ന സമയത്ത്, ഇത് മുഴുവനും പായലും പുല്ലുകളും നിറഞ്ഞ ഒരു കാട് പിടിച്ചതുപോലെ കിടക്കുക. ഇതിനകത്തൊരു സത്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഞങ്ങൾ കുളിക്കുന്ന കുളക്കടവാണെങ്കിൽ ഇതെങ്കിലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ ദേശത്ത് വരൾച്ച വന്നു. ആ സമയത്ത് കിണറുകളെല്ലാം വറ്റിപ്പോയി, വെള്ളം കിട്ടാതെയായി. ഈ കുളവും വറ്റിപ്പോയി. അവസാനം കുടിക്കാനും വെള്ളമില്ലാതെ ഒരു കാലഘട്ടം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് ഈ കുളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില നീരുറവകൾ പുറപ്പെട്ടു. ആ നീരുറവയിൽ ഞങ്ങൾ വലിയ കുഴിയെടുത്തിട്ട് അതിൽ നിന്ന് കുടിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ അതിനെ തിളപ്പിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരു കഥ പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് ഒരുപാട് ഗവൺമെൻറ് പദ്ധതികളുണ്ട്, വീട്ടിൽ വെള്ളം വരുന്നുണ്ട്, കിണറുകളുണ്ട്, ദൈവം നല്ലതുപോലെ മഴ തരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത്, അന്ന് പ്രപഞ്ചം മുഖാന്തരം ദൈവം നമുക്ക് അനുവദിച്ച ഒരു വലിയ സ്രോതസ്സായിരുന്നു ഈ ജലാശയങ്ങൾ. അതിങ്ങനെ നശിച്ചു കിടക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. ആരും കുളിക്കാൻ വരില്ല, ഇനി കുടിക്കാൻ ഇവിടെ നിന്ന് വെള്ളം എടുക്കാനും ആരും വരില്ല. കാലം മാറി. പക്ഷേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ, കുറച്ച് പൂമരങ്ങളും ചെടികളൊക്കെ നട്ടിരുന്നെങ്കിൽ ഈ ജലാശയം ഇങ്ങനെ കാണുന്ന സമയത്ത് എന്ത് സന്തോഷമായിരിക്കുമായിരുന്നു അല്ലേ? ഇതുപോലെ ഞാൻ ഒരുപാട് ജലാശയങ്ങളെ കണ്ടു. അവസാനം ഞാൻ കുടിച്ച ആ ജലാശയത്തിൽ ഞാൻ വന്നപ്പോഴാണ് എനിക്ക് ആ ദുഃഖം മനസ്സിലായത്. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിവേ, എന്താണേലും ഗവൺമെൻറ് അധികൃതർക്ക് അവർ കണ്ണു തുറക്കട്ടെ. ഈ ജലാശയങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിയട്ടെ. ആദ്യമായിട്ട് അപേക്ഷിക്കുന്നു. വീണ്ടും ഒരു ചാനൽ കൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.